എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു പരിപാടി വിശേഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഒരു പുതിയ വർഷം നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഈ വർഷം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ആയി മാറട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മൾ പരിപാടി വളരെ സന്തോഷം, കാരണം പുതുവർഷത്തിൽ തന്നെ ഒരു പരിപാടി നമുക്ക് ഈ വർഷം ജഗദീശ്വരൻ അനുഗ്രഹത്താൽ ഉണ്ടായി. അത് കൊല്ലം ജില്ലയിലെ അമൃതകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. അവിടുത്തെ തിരുവുത്സവത്തോടനുബന്ധിച്ചാണ്. ഇന്ന് ജനുവരി 1-ാം തീയതിയാണ്. രാവിലെ 10:30-ക്കാണ് തുള്ളൽ അവതരണം. മുണ്ടക്കൽ എന്ന പ്രദേശം എന്ന് പറയുമ്പോൾ നമുക്ക് മുണ്ടക്കൽ നമ്മുടെ ഒരു കുടുംബക്ഷേത്രം കൂടെ ഉണ്ട്. അപ്പം മുണ്ടക്കൽ ദേവീക്ഷേത്രമാണ് നമ്മുടെ കുടുംബക്ഷേത്രം. മുണ്ടക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ തൊഴുത് ഇപ്പം നമ്മൾ മുണ്ടക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ, അതായത് അമൃതകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. കൃത്യം 10:30-ക്ക് തന്നെ ഗരുഡ ഗർഭഭംഗം എന്ന കഥയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി വിശേഷവും ഈ ക്ഷേത്ര പരിസരമൊക്കെ ഒന്ന് കാണാം. അങ്ങനെ നമ്മുടെ വാഹനത്തിൽ നമ്മൾ കച്ച, ഇന്നലെ പരിപാടിക്ക് ഉപയോഗിച്ച കച്ച ഉണ്ടായിരുന്നു. ആ കച്ച, അതുപോലെ യശോന്തിൻ്റെ മൃദംഗം വാഹനത്തിൽ തന്നെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ കച്ച എടുത്തു, അതുപോലെ നമ്മുടെ മേക്കോപ്പും എടുത്തു. ഇന്നലെ പരിപാടി കഴിഞ്ഞുകൊണ്ട് മേക്കോപ്പ് ഉണക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അത് ഉണക്കാനുള്ള സമയം കൂടി കണക്കാക്കിയാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. ചെറിയ സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ആ ക്ഷേത്രം പരിപാലിച്ചു വരുന്നത്. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം, നമ്മുടെ വേദി. നല്ല ഓഡിറ്റോറിയമാണ്. ധാരാളം ആളുകൾക്ക് ഇരുന്ന് പരിപാടി കാണുവാനായിട്ട്, വെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കസേരയുണ്ട്. അതുപോലെ നല്ല വൃത്തിയുള്ള സ്റ്റേജാണ്. അത് കാർപ്പറ്റൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ലൈറ്റിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നടരാജ നൃത്തോത്സവം എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ വേദിയിൽ പേര് നൽകിയിട്ടുണ്ട്. അങ്ങനെ നമ്മളവിടെ എത്തി കച്ചയും കോപ്പും ഒക്കെ ഒന്ന് വിരിച്ചിട്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഇന്നലെ പരിപാടി കഴിഞ്ഞുകൊണ്ട് അതിൽ വിയർപ്പിൻ്റെ അംശം ഉണ്ടായിരുന്നു. ഉണക്കിയിട്ടാണ് സാധാരണ കൊണ്ടുപോകേണ്ടത്. പക്ഷേ രാത്രിയായി പരിപാടി കഴിഞ്ഞ് എത്തിയപ്പോൾ അതുകൊണ്ടാണ് ഉണക്കാനുള്ള സമയം കിട്ടാതെ വന്നത്. അങ്ങനെ നമ്മൾ നേരെ മേക്കപ്പ് തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ഈ മേക്കപ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മേക്കപ്പ് ഏകദേശം വെയിലക്കടിച്ചൊന്ന് ഉണങ്ങും. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വെയിലത്തിടുന്നത്. ഭൂരിഭാഗം തൊഴിൽക്കാരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം വെയിലത്തിടാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരിപാടി സ്ഥലത്ത് ചെന്നിട്ട് നേരത്തെ വിരിച്ചിട്ടിട്ട് കെട്ടേണ്ടി വരും. അപ്പോൾ ഈ വിയർപ്പ് ഇരുന്ന് കഴിഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് വൃത്തിയായി നമ്മൾ നേരെ വേദിയിലേക്ക് കയറുകയാണ് ഉണ്ടായത്. ഇന്ന് മൃദംഗം വായിക്കുന്നത് പിന്നണിയിൽ യശ്വന്ത് നാരായണൻ പാട്ട്, മൃദംഗം കലാമണ്ഡലം വിനോദ് കുമാർ ആചാര്യ, വിനോദേട്ടൻ. രണ്ടുപേരെ നമ്മുടെ വീഡിയോയിലൂടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി കുറച്ച് പരിപാടിയുടെ വീഡിയോസും കൂടി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അങ്ങനെ ഗരുഡഗർഭഭംഗം കഥ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ പരിപാടിക്ക് ശേഷം എല്ലാവരും വേദിയിലേക്ക് വന്ന് എന്നെ ഒരുപാട് സന്തോഷം പ്രകടിപ്പിച്ചു. കാരണം ഇവിടെ ഒരുപാട് അമ്മമാരുണ്ട്. എല്ലാ വർഷവും അവർ മുൻപിൽ തന്നെ ഉണ്ടാവും പരിപാടി കാണാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കിരാതമാണ് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ അത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് ഈ വർഷം വീണ്ടും പരിപാടി വേണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ അറിയാവുന്ന ആളുകൾ, അതുപോലെ തന്നെ പരിപാടിയിലൂടെ അറിയാവുന്ന ധാരാളം ആളുകൾ എല്ലാവരും വന്ന് കൂടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അതുപോലെ പരിചയപ്പെടുന്നു. വലിയൊരു സന്തോഷമായിരുന്നു ആ ഒരു വേദിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. കാരണം ഇതൊക്കെ തന്നെയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങൾ. ഈ ആളുകളുടെ മനസ്സിൽ ഞാൻ ഉണ്ട്, ഒരു വർഷമായിട്ട് തന്നെ അവൾക്കറിയാം എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പം ഈ പരിപാടി വിശേഷം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.